ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സേവനം അവർക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. സൈബർ ഇൻവെസ്റ്റിഗേഷന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതും ഇപ്പോൾ നിലവിൽ സൈബർ ക്രൈംസ് ആണെന്നുള്ളത്. Work is appreciated in many newspaper and many news channel. I'll share you one of the news channel video. സാറിന്റെ ചെറിയൊരു സാർ അത്രയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരെ അംഗീകരിച്ചിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക എല്ലാവരും. ചെറിയൊരു പുള്ളിയൊന്നും അല്ല കേട്ടോ. कुल 70 एनसीबी उनके व्हाट्सएप चैट के जरिए हुई, जो वो लोग डिलीट कर चुके हैं। एनसीबी के लिए कौन करता है ये डेटा जल्दी आएगी हमारी रिपोर्ट। 40 साल के मकरंदवाल एक जमाने में पुलिस अधिकारी हुआ करते थे। अब पुलिस की नौकरी छोड़कर साइबर एक्सपर्ट बन गए हैं। मकरंद 2016 में मुंबई पुलिस के टेक्निकल विंग में थे। इस दौरान उन्होंने इलेक्ट्रॉनिक फॉरेंसिक एनालिसिस और डिजिटल एविडेंस इन्वेस्टिगेशन में दक्षता हासिल की। 2017 में रिटायरमेंट लेकर फरवरी 2020 में मकरंद ने अपनी कंपनी शुरू की। लॉकडाउन लगते ही सब ठप लगने लगा, पर सुशांत सिंह राजपूत केस में अवसर ने खुद आकर उनका दरवाजा। So this was special episode featuring us on national news channel where we have successfully investigated Sushant Singh Rajput case. സാർ ഒരു നമ്മുടെ സുധീർ സാറിനെ പോലെ തന്നെ പോലീസ് ഓഫീസർ ആയിരുന്നു മുംബൈ പോലീസിൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് സൈബർ ഇൻവെസ്റ്റിഗേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് നമ്മളെല്ലാവർക്കും അറിയാം. ബോളിവുഡ് ആക്ടർ സുശാന്ത് സിംഗിനെ എല്ലാവർക്കും അറിയാമല്ലേ? അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഇൻവെസ്റ്റിഗേഷനും ഷാരൂഖ് ഖാന്റെ മകന്റെ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. This is my elder brother, Dr. Santosh Shah. He is also extra enforcement officer and holds doctorate into cyber forensic investigation. സാറിന്റെ ബ്രദറാണ് സന്തോഷ് വാഗ്. അദ്ദേഹം ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആയിരുന്നു. സാറിന്റെ കൂടെ കൂടി ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടിയുണ്ട്. He has investigated more than 8,000 plus cases which involve cyber data, cyber crime and cyber platform. 8,000 മുകളിലുള്ള കേസുകൾ ഇവർ രണ്ടുപേരും ചേർന്ന് ഇവര് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സൈബർ ക്രൈംസും അതുകൂടാതെ ഡേറ്റ ചോർന്നതിനെ കുറിച്ചിട്ടുള്ള ക്രൈംസ് ആണ് കൂടുതലും അവര് ഡീൽ ചെയ്തിട്ടുള്ളത്. This is Mr. Sahil Doria. He is postgraduate and he has huge knowledge about insurance, and this product has very big component which is cyber insurance. So he and his father, Mr. Kabir Doria sir has more than 45 years experience in the domain of insurance. സാറിന്റെ പേര് സാഹിൽ കബീർ ദോദിയ. അദ്ദേഹം MBA in ഫിനാൻസ് ആണ്. അദ്ദേഹമാണ് ഇൻഷുറൻസ് സെക്ടറിൽ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിന്റെ അദ്ദേഹത്തിന്റെ ഫാദറും അതിന്റെ കൂടെ തന്നെ ഒരു ഭാഗമാണ്. Mr. Jack is working with us since many years. He is an analyst and he has experience of working in many continents of the world as a cyber analyst. Mr. Jack, നമ്മുടെ മലയാളി കണ്ടോ? കൈയടി പോലെ. സാർ വിവിധ രാജ്യങ്ങളിൽ ഒരു സൈബർ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇസ്രായേലില്. സാറിന് വളരെയധികം സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ് ഈ ഒരു സൈബർ ഇൻവെസ്റ്റിഗേഷൻ. So we are going to explain you Cyberman, what this product is and how you will benefited with this product. ഇനി നമ്മൾക്ക് സൈബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 4 പേരും അവരുടെ പ്രാഗൽഭ്യം എന്തിലാണോ ഉള്ളത് അവര് ചെറുതായിട്ടൊന്ന് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. Next 30 minutes do concentrate because this is life changing solution for you. ഇനി വരുന്ന 30 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇനി അവിടെ എക്സ്പ്ലെയിൻ
പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. So first of all, Santosh sir, what is cyber crime? Can you please explain what is cyber crime? സൈബർ കുറ്റകൃത്യം എന്താണെന്നാണ് അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. Cyber crime is a computer and mobile related crime. Every day, over thousands of rupees of thousand crores of rupees are transferring from normal man's account every day. സൈബർ നമ്മൾക്ക് അറിയാം, സൈബർ കുറ്റകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിലവിൽ 1000 കോടി രൂപയിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് നെറ്റിലൂടെ, അല്ലെ? നമ്മളെല്ലാവരും ആ ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മൾ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. 1000 കോടിയിൽ കൂടുതൽ പൈസ ഓരോ ദിവസവും നമ്മളുടെ രാജ്യത്ത് ഇത് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അത് Look at the screen. Mobile transaction by Indians. 47% transaction by Indians. 5 lakhs crores in last quarter. ഒരു ക്വാർട്ടറിൽ മാത്രം വെറും 4 മാസം 5 ലക്ഷം കോടി രൂപയാണ് നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. 47% മണി ട്രാൻസാക്ഷൻസ് നടത്തുന്നതും ഇന്ത്യൻസ് ആണ്. Yes. Next please. Next. Everyone. Look, everyone's mobile. There are 40 to 50 applications in normal man's mobile. ശരാശരി ഒരു ഒരാളുടെ മൊബൈലിൽ ഏകദേശം ഒരു 50 മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഒരു 50 ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. But in the back end, around 500 plus applications are running, which are very vulnerable. പക്ഷേ അതിന് പിന്നിൽ ഏകദേശം ഒരു 500 മൊബൈൽ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എന്താ പറയുക, സേഫ് അല്ലാത്തതുകൊണ്ടാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. നമ്മളുടെ ഫോണിന്റെ ഡേറ്റ ഏത് സമയത്തും ചോരാവുന്ന രീതിയിലുള്ള അതിലും ആ ഒരു ആപ്ലിക്കേഷൻസും ഇതിന്റെ നമ്മുടെ ഫോണിലുള്ളതാണ്. These applications forwarding your messages, locations, as well as your photos and videos from your galleries to unknown servers or unknown cyber criminals. നമ്മൾ അറിയാതെ നമ്മളുടെ ഫോട്ടോസ്, നമ്മളുടെ ലൊക്കേഷൻസ്, ഇതേ ആപ്ലിക്കേഷൻസ് തന്നെ നമ്മളുടെ ഫോട്ടോസ്, നമ്മളുടെ വീഡിയോസ്, നമ്മളുടെ ലൊക്കേഷനും എല്ലാം നമ്മൾ അറിയാതെ തന്നെ അത് ചോരുന്നുണ്ട് ക്രിമിനൽ ആൾക്കാരുടെ അടുത്തേക്കും. നമ്മൾ അറിയാൻ പാടില്ലാത്ത അൺനോൺ ആയിട്ടുള്ള സെർവേഴ്സിലേക്ക് ഈ പറഞ്ഞ നമ്മളുടെ എല്ലാ ഇൻഫർമേഷൻസും പാസ് ആവുന്നുണ്ട് നമ്മൾ അറിയാതെ. By using your SMS, OTPs, they can easily make transaction and take money from your account. വെറും ഒരു SMS കൊണ്ട് തന്നെ നമ്മളുടെ ബാങ്കില്, നമ്മളുടെ ഫോണിലൂടെയുള്ള നമ്മളുടെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും ഒരു SMS കൊണ്ട് മാത്രം അവർക്ക് ചോർത്താൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ സൈബർ ക്രൈംസ് ചെയ്യുന്ന ക്രിമിനൽസിന്. There are around 13 small cities like Jamtara, Bharatpur in India, where which are the cyber crime hub nowadays in India. ഇന്ത്യയിൽ തന്നെ കുറെ സൈബർ ക്രൈം ഹബ്സ് ഉണ്ട്. ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കോയമ്പത്തൂരൊക്കെ പറയണല്ലോ, അതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അവിടെ സൈബർ ക്രൈംസ് മാത്രം ചെയ്യുന്ന കുറെ പേര്, അതൊരു ലോബി പോലെ അല്ലെങ്കിൽ ഒരു മാഫിയ പോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. So it is very dangerous and it is very shocking that every day thousands of crores are transferring from normal man's mobile to these cyber criminals. So Cyberman will protect your mobile from such hackers. നമ്മളുടെ സൈബർമാൻ എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഇപ്പൊ നിലവിൽ 1000 കോടി രൂപയോളം ഒരു ദിവസം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് സൈബർമാൻ എന്ന സോഫ്റ്റ്വെയർ നമ്മളുടെ ഫോണിനെ, നമ്മളുടെ പൈസയും നമ്മളുടെ ഡേറ്റയും നഷ്ടപ്പെടാതെ നമ്മളുടെ ഫോണിനെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ ഒരു കൈയടി പോലെ. So please watch this video, how the cyber criminals convince normal men. Hello, Am I speaking to Mr. Umesh Mehta? what is
this is regarding? I'm Swati Mishra calling from JNC. So you have been a loyal customer, so we want to send you on a free trip to Australia. To one guest. So who would you like to take along with you? My wife? Oh, so sweet, sir. अंकल जी घूमना चाहते हैं, हमारा काम है उनको घुमाना. Sir, can you give me your number, please? Her name is Aru Mehta. अंकल जी ने अपने बैंक सिक्योरिटी क्वेश्चंस के सारे जवाब दिए. ഒരു സൈബർ ക്രൈം നടക്കുന്നത് ഇങ്ങനെയാണ്. ഫോൺ കോൾസ് വരും, When would you like to നിങ്ങളോട് do? പാൻ കാർഡ് നമ്പർ ചോദിക്കും, എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ തരും. July is a birthday, no? Oh, that's great, sir. I have selected July. So July, please help me with the 6 ആരും digit എപ്പോൾ international വേണമെങ്കിലും പറ്റിക്കപ്പെടാമെന്നതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവും. code that we have just sent, sir. हमारा बोलने का मतलब OTP था, लेकिन जब हम इसको इंटरनेशनल ट्रैवल कोड बोलते हैं, तो हमारा अंकल जी का जो दिमाग है, ऑपरेशन मोड में चला जाता है. OTP ക്ക് പകരം ട്രാവൽ കോഡൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ പറ്റിക്കപ്പെടുന്നതാണ്. So much, sir. देखो हमने अंकल जी के OTP से इनके बैंक अकाउंट में घुस के इनके रिटायरमेंट सेविंग्स के सारे पैसे निकाल लिए. പൈസ മുഴുവനും മോഷ്ടിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ആ വീഡിയോയിൽ. അപ്പം നമ്മൾ ഇത് അത്രയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് മൊബൈലിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ജിപേ, പേടിഎം എല്ലാ മാർഗങ്ങളും നമ്മൾ ഫോണിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. നമ്മളുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും ചോർത്തപ്പെടാമെന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തപ്പെട്ട് നമ്മുടെ അക്കൗണ്ടിൽ പൈസ മുഴുവനും നഷ്ടപ്പെടാം. ഒരു ഫോൺ കോൾ മതി. So there are two ways to hack you. One is by hacking your device, and second is by calling you, by sending you message or email just like this to extort money from you. SMS-ലൂടെയും ഇതുപോലത്തെ ഫോൺ കോൾസ് വരുമ്പോഴാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു പറ്റിക്കപ്പെടൽ അല്ലെങ്കിൽ നമ്മൾ സൈബർ ക്രൈംസ് ആക്ച്വലി നടക്കുന്നത്. So Cyberman first of all will protect your device where your device will not be hacked by any way. സൈബർമാൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ ഒരു കാരണവശാലും നമ്മളുടെ ഫോണിൽ ഒരു ഹാക്കിങ്ങും നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ശതമാനം ഉറപ്പോടെ പറയുന്നത്. But what if you give OTP or someone asks you to send SMS and you share your OTP, there will be a financial loss to you. നിങ്ങളോട് OTP ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആരെങ്കിലും OTP ചോദിക്കുകയോ മെസ്സേജസ് അയക്കുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉള്ളതാണ്. To solve this problem, for the first time in India, we have clubbed our services with HDFC Argo, where HDFC is providing 5 and 10 lakhs insurance coverage if any man-made mistake or this type of crime happens and you lose money. നമ്മളുടെ ഈ ഒരു സൈബർ ക്രൈം, നമ്മളുടെ ഈ സൈബർമാൻ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഇൻഷുർഡ് ആണ്. 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ഇൻഷുർഡ് ആണ്. നമ്മളിലൂടെ എന്തെങ്കിലും ഒരു തെറ്റ് എങ്ങാനും സൈബർമാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമോ ഇതുപോലെ OTP ചോദിച്ചു അല്ലെങ്കിൽ SMS-ലൂടെയും നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്ത് നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടാൽ അത് സൈബർമാൻ അല്ലെങ്കിൽ സൈബർമാൻ സോഫ്റ്റ്വെയർ HDFC ബാങ്കും കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈസ നമ്മൾ നഷ്ടപ്പെടുന്ന പൈസ ഇൻഷുർഡ് ആണ്, നമ്മൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. So to give you details about how this insurance works, I would like to ask Sahilji, please explain how this insurance will be useful for the users of cybercrime. ഇൻഷുറൻസ് Cyberman. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നതെന്ന് സാർ പറഞ്ഞു തരും. സുഖമാണോ കേരള? Good afternoon. സുഖമാണോ? ഒന്നുകൂടെ കൈയടിക്കട്ടോ. So, just a little bit of overview of how it happened. Like Makran sir and Santosh sir said, every day I'm sure someone from your relative or your friends, someone must have lost the money. Either they've given OTP or they've clicked the link. Once they click the link, sorry. Yeah.
So I'm sure something must have happened with your friends or relatives where either they have clicked a link or they've given OTP and the money is gone from their bank. എല്ലാ ദിവസവും നമ്മൾ അറിയുന്നത് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒക്കെ പൈസ എന്തെങ്കിലും വഴി പറ്റിക്കപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവരും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അങ്ങനത്തെ ഒരു ക്രൈം നടക്കുന്നുണ്ട് അല്ലേ? Anyone here who have faced ആർക്കെങ്കിലും this പൈസ problem? നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് കൈവെക്കാമോ? ആർക്കെങ്കിലും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Oh, sir, പൈസ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കൈവെക്കാം. yes. So I'm sure. I mean, it's good that not many of you have lost, but that does not mean that in coming future this may not happen to us. This can happen to any one of us, right? നിങ്ങൾക്ക് ഇപ്പൊ പറ്റിയില്ലെങ്കിലും ഫ്യൂച്ചറിൽ സംഭവിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ ഇതെപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. So we wanted to give 100% protection. See, Cybermen will protect your phone. No one will be able to hack it. But what if a senior citizen or anyone in that matter gives an OTP? Or in that case, we wanted to have 100% protection. So that is why we came up with this product. സൈബർമാൻ എന്നുള്ള സോഫ്റ്റ്വെയർ 100% നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഈ പറഞ്ഞ പോലെ മെൻഷൻ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ ഫോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു ഫോൺ വന്നു, OTP നമ്മൾ ഷെയർ ചെയ്തു, അല്ലെങ്കിൽ മെസ്സേജിലൂടെ നമ്മൾ OTP എന്തെങ്കിലും അങ്ങോട്ട് ഷെയർ ചെയ്ത് നമ്മളുടെ പൈസ നഷ്ടപ്പെടുന്നു എന്ന് കരുതുക. അപ്പൊ നമ്മൾ സൈബർമാനെയാണ് 100% ഗ്യാരണ്ടി തന്നേക്കുന്നത് കൊണ്ട് ഈ HDFC ബാങ്ക് കൂടെ ചേർന്നിട്ട് നമ്മുടെ പൈസ പോലും നഷ്ടപ്പെടാതിരിക്കാൻ 100% ഗ്യാരണ്ടി തരികയാണ് സൈബർമാൻ എന്ന് പറയുന്നത് HDFC ബാങ്ക്. But this was not very easy, because when we went to insurance company taking this proposal, they were little shocked. They were like, every day thousands of crores of crime is happening and the money is going. If we give you insurance, then you know the claim will be so high that we will lose lot of money. So they were very shocked on how can we give this cover. ഈ കവറേജ് എങ്ങനെ കൊടുക്കുമെന്ന് ഇവർ പല ബാങ്കുകളായിട്ട് സംസാരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ബാങ്കിനൊക്കെ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം 1000 കോടി രൂപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് കവറേജ് അത്രയധികം നഷ്ടമാകില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ അല്ലെങ്കിൽ ബാങ്കുകാരുടെ ഇവരോടുള്ള ചോദ്യം. So what they did is, from their head office, they deputed two IT people, two IT experts to our office. For 2 months, they tested our application, they penetrated, they put different viruses, and they checked what happens if there is no Cyberman, and after installing, how Cyberman deals with that virus. ഇവര് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് 2 മാസത്തേക്ക് 2 പേരെ 2 എക്സ്പേർട്സിനെ വിട്ട് സൈബർമാനിൽ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഡിവൈസിൽ വൈറസസിന് വരെ കടത്തിവിട്ട് അവർ ടെസ്റ്റ് ചെയ്യുമായിരുന്നു, വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതാണ്. And they were so happy after 2 months that we have asked for only 8 coverages, but they've given this 15 coverages to us. അവർ 2 മാസത്തെ പഠനത്തിന് ശേഷം എല്ലാ വൈറസസും എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവര് അത്രയധികം ഈ ഒരു സൈബർമാൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ സന്തുഷ്ടരായിട്ട് ഇവർ ചോദിച്ചത് 8 ആപ്ലിക്കേഷൻ 8 ഇതിന് വേണ്ടിയിട്ട് എഗൻസ്റ്റ് ആയിട്ടുള്ള കവറേജിനാണ്. പക്ഷെ ബാങ്ക് 15 കവറേജസ് ആണ് കൊടുത്തേക്കുന്നത്. So we have tried to cover all those crimes that happens with us on a day-to-day life. Of course, OTP is one of them, but apart from them, there are certain other crimes. Like there is a lot of Facebook and Instagram. We do a lot of shopping from Facebook and Instagram. What will happen if we order something from? There are many times we order something from Instagram or Facebook. We pay the money, but the product never comes to us. And when we revisit the site, that website is gone. So even that risk is covered under insurance. നമ്മള് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കാണാറുണ്ടല്ലേ, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഡ്രസ് മെറ്റീരിയൽ ആണെങ്കിലും പല പല സാധനങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കും ഷോപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. നമ്മൾ ഷോപ്പ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, പൈസ കൊടുത്തു, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്താൽ പോലും പൈസ തിരിച്ചു വരില്ല. നമ്മൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റും ഉണ്ടാവില്ല, ആ കമ്പനിയും ഉണ്ടാവില്ല. പക്ഷെ അതിന് അഗേൻസ്റ്റ് വരെ സൈബർമാൻ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. One very important thing is, today's time our children, they are addicted to playing games online, and many times they are able to
chat with each other while playing games online. So when they chat with other person, they feel that this other person is also a kid, but actually they are hackers. They are not kids. They come there, they manipulate themselves as a kid, but then while talking, while chatting with them, they take the credit card numbers and then they hack the computer. So even that risk is covered under the insurance. നമ്മുടെ കുട്ടികളൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ നേരം നമ്മൾക്കറിയാം ഓൺലൈൻ ഗെയിംസ് കളിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ഒരുപക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ലായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. കുട്ടികൾ ഈ ഫോണിൽ ഓൺലൈൻ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കാൻ നേരം അവർക്ക് പലപ്പോഴും ചാറ്റ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. ഈ ചാറ്റ് മെസ്സേജസ് കുട്ടികൾ വിചാരിക്കുന്നത് അപ്പുറത്തെ സൈഡിലും അവരുടെ തന്നെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇവരുടെ അടുത്ത് ചാറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇവര് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിന് കൂടെ. പക്ഷേ അപ്പുറത്തെ ഇരിക്കുന്ന ഒരു പക്ഷെ അപ്പുറത്തെ വശത്ത് ഒരു ഹാക്കർ ആയിരിക്കും. ഈ ഹാക്കർ കുട്ടിയിലൂടെ തന്നെ നമ്മളുടെ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും ഡെബിറ്റ് കാർഡ് നമ്പേഴ്സ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതും ഒരു സൈബർ ക്രൈമായിട്ട് മാറുന്നു അല്ലേ. പൈസ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടിയുടെ ഒരു തെറ്റ് കാരണം ആ പൈസയും നമ്മൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സൈബർമാൻ എന്നുള്ള സോഫ്റ്റ്വെയർ ആ ഒരു തെറ്റ് നമ്മുടെ കുട്ടിയുടെ തെറ്റ് പോലും കവർ ചെയ്യുന്നതാണ് പറയുന്നത്. Just think, suppose someone stolen your wallet, you will lose the money you have that time. Suppose someone steals something from your house, you will lose the amount you have at your house that time. But someone access your mobile phone and access your bank account, then you will lose the whole amount, lifetime amount, which you keep in your saving account. നിങ്ങളുടെ പേഴ്സ് കട്ടുപോയാലും പേഴ്സ് ആരെങ്കിലും പോക്കറ്റ് അടിച്ചാലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയാലും നമ്മൾക്ക് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അത്ര മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. പക്ഷേ ഒരു സൈബർ ക്രൈം നടക്കാൻ നേരം നമ്മളുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സമ്പാദിച്ചു വെച്ച എല്ലാം ഒരു രൂപ പോലും ഇല്ലാതെ ഈ ഹാക്കേഴ്സ് നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അപ്പൊ അതിന് അഗൈൻസ്റ്റ് ആണ് ഈ പറഞ്ഞ സൈബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ. നമ്മളുടെ ഒരു കാരണവശാലും നമ്മളുടെ ഫോണിൽ ഒരു ഹാക്കറിന് പോലും എൻട്രി ഇല്ലാത്ത നോ എൻട്രി കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൈബർമാൻ. So till now we have seen how Cyberman will give you coverage about insurance. Now I'll tell you the technology part of this Cyberman application. ഇതിന്റെ ടെക്നോളജി ഭാഗമാണ് സംസാരിക്കാൻ പോകുന്നത്. So it has, so you must have seen the antivirus, any antivirus. So if you compare this with any antivirus, this solution is 700 times much more effective, and such application is not available in the world. This is first time anybody has invented in the world. That's why this solution is very special. നമ്മളൊരു ആന്റിവൈറസ് നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ സൈബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിനെ ഒരു തവണയല്ല 700 തവണ കൂടുതൽ അല്ലെങ്കിൽ 700 ടൈംസ് കൂടുതൽ നമ്മുടെ ഫോൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അത് മാത്രം 700% നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. So it has online payment fraud detection. It has breach monitoring. So this is Cyberman application open for you. This is the screen. What you will see on your mobile. ഇതാണ് സ്ക്രീൻ. നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ കാണുന്നതാണ്. So I have scanned this now. It has checked all the applications in my mobile. It has checked all the applications in my mobile and it has shown me what type of permission my application will. For example, if you take this, so it will show what type of permissions mobile is taking. This application is taking. ഓരോ ആപ്ലിക്കേഷൻസും സ്കാൻ ചെയ്ത് സ്ക്രീൻ ചെയ്തിട്ടാണ് സൈബർമാൻ നമ്മുടെ ഫോണിന് വേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്ക് തന്നെ അതിനുള്ള അഡ്വൈസ് തരുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്യപ്പെടാനായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അതിന്റെ ഐക്കൺസ് ഉണ്ടാകുന്നതായിരിക്കും. It will show you if any application is problematic. It will scan from the backend and it will show you on the screen that this application is not safe. നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻസ് സേഫ് ആണോ അല്ലയോ എന്ന് വരെ ഇത് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും. Now these other settings, other facilities, if we go here and you can check custom scan, privacy settings. Now we'll see privacy settings. These are the settings of your device.
Android device. And if any of the device, any of the setting get compromised or tampered, your phone can be hacked. Now Cyberman has checked what are the permissions are there in my mobile. ഇതൊരു സെറ്റിംഗ്സ് ആണ്, പ്രൈവസി സെറ്റിംഗ്സ്, നമ്മുടെ ഫോണിലുള്ള പ്രൈവസി സെറ്റിംഗ്സ് ആണ് അത് എനേബിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ സൈബർമാനിലൂടെ തന്നെ നമുക്ക് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. Now see here. These are the settings which are not updated. This is a demo, that's why I have given. Now the show notification lock screen. If your mobile is locked and if it is stolen or misplaced, and if any OTP comes on the screen, anybody can read that. So that's why that setting needs to be deactivated. Cyberman has checked and he has shown that these are the settings that needs to be deactivated. ഈ സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ചില സ്ഥലത്ത് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോണിൽ OTP വരാൻ നേരം അത് നോട്ടിഫിക്കേഷനിൽ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഓരോ എന്തൊക്കെയാണോ നമ്മുടെ ഫോണിൽ ഡിസേബിൾ ചെയ്യേണ്ടത് അതുവരെ നോട്ടിഫൈ ചെയ്ത് തരുന്നതാണ് സൈബർമാൻ ആപ്ലിക്കേഷൻ. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾക്ക് യൂസ്ഫുൾ, എന്തൊക്കെ അല്ല എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. So I can click on that and I can start from here and I can change the settings. So this is the short key what we have provided. സൈബർമാൻ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമ്മുടെ ഫോണിന്റെ പ്രൈവസി സെറ്റിംഗ്സ് വരെ നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. There are more than 245 settings in any device which we don't know, which are at back end, and if any of the setting is not in place, your phone can be compromised. നമ്മളുടെ ഫോണിൽ നമ്മൾ അറിയാതെ 245 കൂടുതൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഫോൺ ഏത് നേരവും ഹാക്ക് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ സൈബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ സാർ നേരത്തെ പറഞ്ഞ ഞാൻ വിട്ടുപോയത്, ലോകത്തിലെ ആദ്യത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവർ കണ്ടുപിടിച്ചേക്കുന്നത്. അത് ഇന്ന് വരെ ഈ ലോകത്ത് വേറെ ഒരാളും കണ്ടുപിടിച്ചിട്ടുമില്ല. Now this is the setting where you can check whether your email ID is compromised throughout the cyber platform. സൈബർമാനിലൂടെ നമ്മളുടെ ഇമെയിൽ ID ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോന്ന് വരെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതേ സോഫ്റ്റ്വെയറിലൂടെ തന്നെ നമ്മുടെ ഇമെയിൽ ID ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി. Just type your email ID and scan it. We scan that email ID throughout the cyber world and check. Many times while surfing, we put our email IDs on auto. Our cyber email IDs can be grabbed by the application. So Cyberman will check and it will know. It will let you know that for this website, this email ID is compromised. നമ്മുടെ ഫോണിലെ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ IDs നമ്മൾ ഇതിലൂടെ സൈബർമാനിലൂടെ നമ്മൾ അവിടെ നമ്മുടെ ഇമെയിൽ ID ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹാക്ക് ആണോ അല്ലയെന്ന് പോലും നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഹാക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ആണോ എന്ന് പോലും അത് അലേർട്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ഫോണിലായിരിക്കില്ല, നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മുടെ ഇമെയിൽ എവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഫോൺ ഹാക്ക് ആണെങ്കിൽ, നമ്മുടെ ഇമെയിൽ ഹാക്ക് ആണെങ്കിൽ അത് സൈബർമാൻ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നതാണ്. Now see here the software key is visible. Now many of the mobile will not show that software key. Xavier sir, this is normal. Some people will see key here, some people will not see this key here because your phones are different Android version on that. Yeah. So if you see key here, it is okay. If you not see key here, it is also okay. That depends on the make and model of the mobile. നമ്മുടെ ഫോണിന്റെ മേക്കും മോഡലും അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ നേരം ചില ഫോണുകളിൽ ഈ സോഫ്റ്റ്വെയർ ലൈസൻസ് കീ കാണുന്നതാണ്. നിങ്ങൾ വേറെ പല വേർഷൻസ് ഓഫ് ഫോൺ ഉണ്ട്. അപ്പോൾ ചില ഫോണുകളിൽ ഈ ഒരു കീ കാണുന്നതായിരിക്കില്ല. കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാനില്ലെന്നാണ് പറയുന്നത്. സൈബർമാൻ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലും ഓപ്പൺ ചെയ്യാൻ നേരം കീ കാണുന്നില്ല എങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ഫോണും പല വേർഷൻസ് ആയതുകൊണ്ടാണ്. It has one of the most unique feature which is antivirus protection. What we have done, we have extracted data from Greek continent and we are continuously updating your application from backend. Every 15 minutes our application gets refreshed and it will give you latest idea and latest information about the virus throughout the world wherever it is created. 3 കോണ്ടിനെന്റ്സിൽ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളുടെ ഓരോ 15 മിനിറ്റ്
നമ്മളുടെ ഫോൺ അപ്ഡേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ലോകത്തെവിടെ നിന്ന് ആരെങ്ങനെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അത് സാധ്യമായിരിക്കില്ല. Network security, many of the people use Wi-Fi at home, and while they're keeping their Wi-Fi on, they go outside. Outside there are many rogue and Wi-Fi or any fake Wi-Fi hotspot where your phone get connected and phone get compromised or hacked. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വൈഫൈ ഓൺ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫോൺ ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തു നിന്നുള്ള നമ്മുടെ വീടിനകത്ത് നമ്മൾ വൈഫൈ ഓൺ ചെയ്ത് നമ്മുടെ ഫോണും ഓണാണ്. പക്ഷെ റോഡിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പോലും ആ ഫോൺ വെളിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണെന്നാണ് പറയുന്നത്. It has unique feature of ad blocking. So whenever we surf on website, there are multiple ads that gets pop up, and these ads are placed to hack your phone. നമ്മുടെ ഫോണിൽ നമ്മൾക്ക് ഫോൺ ഓൺ ചെയ്യാൻ തന്നെ കാണാൻ പറ്റുമല്ലോ ആഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഈ ആഡ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു വിധത്തില് ഹാക്കേഴ്സ് തന്നെ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യപ്പെടുന്നതാണ് ഈ ആഡ്സ് വരുന്നത്. അപ്പൊ ആഡ്സിനെ വരെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സൈബർമാൻ ത്രൂ. If you start this, then cyberman will identify these proxy ads, and that ads will be blocked on any browser. ഏത് ബ്രൗസറിൽ വേണമെങ്കിലും ആ ആഡ്സ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു സൈബർമാൻ സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ. Any anti-phishing link, if someone send you link via email, SMS, WhatsApp, and if you click on that link, your phone get compromised, cyber will identify that link and it will block that link. നമ്മുടെ ഫോണിൽ നമുക്ക് ചില മെസ്സേജസ് വരാറുണ്ട് അല്ലേ, ലുലുവില് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ ഗിഫ്റ്റ്, റിപ്പബ്ലിക് ഡേ ഗിഫ്റ്റ്, ക്ലിക്ക് ദ ലിങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജസ് വരാറുണ്ട് പലപ്പോഴും. ലുലുവില് ഷോപ്പിംഗ് ഓഫർ, ക്ലിക്ക് ദ ലിങ്ക് എന്ന് പറഞ്ഞു. ഒരിക്കലും നിങ്ങൾ ശരിക്കും ആ ലിങ്ക് ഒരിക്കലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലിങ്ക് വരുന്നത്. എന്നാലും നമ്മളുടെ ഫോണിൽ സൈബർമാൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതുപോലത്തെ ഒരു മെസ്സേജ് വന്നിട്ട് നമ്മൾ അറിയാണ്ട് നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈബർമാൻ അതിനെ തടഞ്ഞ് അതിനെ എന്താ പറയുക അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് മുന്നോട്ടേക്ക് ബ്ലോക്ക് ചെയ്ത് കളയും. Apart from money, we have our personal data, which is your photos, videos in your gallery. Now these data also can be hacked by hackers, can be misused, can be used to blackmail you or defamation or for the defamation. So cyberman will identify all the settings, and cyberman will protect your all galleries also, where you are saving your documents and your videos and photos. നമ്മുടെ ഫോണിലെ ഗാലറിയിൽ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡൗൺലോഡഡ് ആണല്ലേ. ആ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഏത് സമയത്തും ദുരുപയോഗം ചെയ്യപ്പെടാം. നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി പല വിധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോണിന് അപ്ലൈ ചെയ്യാൻ പറയാം, അതിന്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ കൂടെ ആൾക്കാർക്ക് മെസ്സേജസ് വരുന്നത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഈ ഒരു ക്രൈമിനെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഗാലറിയിലുള്ള ഫോട്ടോസിനെയും ഡോക്യുമെന്റ്സിനെയും വീഡിയോസിനെയും വരെ സൈബർമാൻ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. We have used AI and ML at backend of this application to keep this application updated and upgradable forever, so that if any new technology comes, we will counter that with our solution. ഫോൺ നമ്മൾക്ക് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾക്ക് ഫോൺ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിനെ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. Now let's go to the next slide. These are the certifications what we have. We have given this application to Government of India, to a computer emergency response team, Government of India, and their auditors have tested this application and they have certified both Android and iOS application with the certification. ഇത് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ സൈബർമാൻ എന്ന സോഫ്റ്റ്വെയറിന് ആൻഡ്രോയിഡ് ഫോൺസിലും iOS ഫോണിലും യൂസ് ചെയ്യാവുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഓഡിറ്റഡ് ആണ്. അത് നമ്മൾക്ക് അംഗീകരിക്കപ്പെട്ടത് കൂടെയാണ്. As this product is for world, we have certified this with all the ISO standard international certification, whatever available in the world, and the certificates are in front of you. സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉള്ള ഒരു നമ്മുടെ കീബോർഡോറെ പോലെ തന്നെ സൈബർമാനിനും എല്ലാ വിധത്തിലുള്ള സർട്ടിഫിക്കേഷൻസും ഉള്ളതാണ്. So I'll hand over to Mr.
change business. This product is available for complete world. eVictorium platform has bought this product. You can sell this product to throughout world and the exclusivity with eVictorium. eVictoriumത്തിലൂടെ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഈ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അത് sale ചെയ്യാം. So this is eVictorium platform where this is available. You have to go on number 4. This is number 4, and then you have to go to number F. 4F. Here this solution is available. This eVictorium platform 4F. You have to remember 4F. Over to you, Sai. I'll quickly run through one thing, because for the first time eVictorium has introduced something very new. Not only just get PV benefit, but you also get retail profit. How I will explain you quickly. നമ്മൾക്ക് സൈബർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ഇത് നമ്മളുടെ മാത്രം ഇത് നമുക്ക് ഇതിൽ മാത്രം വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മൾക്ക് PV-യിലൂടെ മാത്രമല്ല പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലാണ്ട് നമ്മൾക്ക് റീറ്റെയിൽ ബിസിനസ് ചെയ്ത് നമ്മൾക്ക് സൈബർമാനിലൂടെ നല്ലൊരു വരുമാനം നേടാവുന്നതാണ്. See, there are 3 plans. One is without insurance, one is with 5 lakh insurance, and one is with 10 lakh insurance. ഒരെണ്ണം ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഒരു പാക്ക്, രണ്ടാമത്തെ പാക്ക് 5 ലക്ഷം ഇൻഷുറൻസ് കവറേജ് ഉള്ളത്, മൂന്നാമത്തേത് 10 ലക്ഷം ഇൻഷുറൻസ് കവറേജ് ഉള്ളതാണ്. This will just take example of without insurance. Just wait for example, we'll take this. ആദ്യത്തേത് ഒരു കീഴത് 5990ന്റെ 25 PV ഉള്ളത്, അത് വിത്തൗട്ട് ഇൻഷുറൻസ് ആണ്. So the price of one key is 5990, right? But when you buy 8 keys together, the price is only 3000 rupees. നമ്മൾ ഒരു കീ മേടിക്കുമ്പോൾ ഒരു കീയുടെ സോഫ്റ്റ്വെയർ ആണ് മേടിക്കുന്നതെങ്കിൽ 5990 രൂപയാണ് വില വരുന്നത്. പക്ഷെ നമ്മൾ 8 കീയുടെ സോഫ്റ്റ്വെയർ ആണ് മേടിക്കുന്നതെങ്കിൽ അതിന് 24690 രൂപ ആവുമെങ്കിലും ഒരു കീയുടെ വില ഏകദേശം 3087 രൂപ ആവുന്നുള്ളൂ. So what happens here is when you buy 8 keys, number one you get 100 PV, but also you can do a retail sale. You can sell it for 5990. So that is you buy for 3000, you sell for 6000 rupees, 5990. So you get 3000 rupees there, plus you get 100 PV. So this is the benefit first time eVictorium has introduced, that retail profit as well as 100 PV. നമ്മൾക്ക് 8 കീ സെയിൽ ചെയ്യാൻ നേരം അല്ലെങ്കിൽ 8 കീയുടെ നമ്മൾ സൈബർമാൻ വാങ്ങിച്ചാല് നമ്മൾക്ക് ഒരു കീ 5990 നമ്മൾ ഒരു കീ വാങ്ങിക്കുന്ന കൂടാതെ 100 PV ആണ് ആക്ച്വലി നമുക്ക് കിട്ടുന്നത്. ആ 100 PV-യുടെ ബിസിനസ് നടക്കുന്നതിനൊപ്പം ബാക്കി 7 കീയും നമ്മൾക്ക് റീറ്റെയിൽ ആയിട്ട് വേറൊരാൾക്ക് സെൽ ചെയ്യാം. 5990 രൂപയ്ക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 7 കീ 7 into 5990 എത്ര രൂപ കിട്ടും? അത്രയും നമ്മുടെ ലാഭമാണ്. See, that benefit is available for all 3 plans, without insurance and with insurance. Even for 10 lakh insurance, the same thing. You can one key is for 10,000, but when you buy 8 keys, it comes down to 7,700. Okay, then of course your leaders will explain you detail about the plans. Friends, when we travel by plane, air hostess announces that suppose oxygen level get low, do use oxygen mask. നമ്മള് ഫ്ലൈറ്റിൽ കയറിയ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എയർ ഹോസ്റ്റസ് നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. എന്തെങ്കിലും നമ്മൾക്ക് ഓക്സിജൻ ലെവൽസ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട്. So, but she's always telling that put your mask first, then help others. So you should protect yourself by using Cyberman. Then you can make business with it, and also it is very useful for your family members, friends, and all. അപ്പോൾ പക്ഷേ എയർ ഹോസ്റ്റസ് എപ്പോഴും പറയുന്നത് ആദ്യം സ്വന്തമായിട്ട് മാസ്ക് വെച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സഹായിക്കാൻ പോയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ ഫോണിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ റീറ്റെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യാനാണ് പറയുന്നത്. Cyber criminals are very smart, highly educated, innovative, and we all are using GPay, PhonePe, and our account is connected to our bank. So we should protect ourselves
from this cyber criminal. നമ്മുടെ ഫോണ് ഹാക്കേഴ്സ് നമ്മളെക്കാളും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ് ഹാക്കേഴ്സ്. അവർ വളരെ ഇന്റലിജന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു ധാർമ്മികത ആണ് നമ്മളുടെ ഫോൺ എപ്പോഴും ലിങ്ക് ആണ്, മൊബൈലിൽ നമ്മുടെ ലിങ്ക് ആയതുകൊണ്ട് നമ്മുടെ ഫോൺ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ധാർമ്മിക ബോധമുള്ള ആരും വേണം ചെയ്യേണ്ട ഒരു കാര്യമാണ്. Please note down our technical support number for cyberman for all type of technical queries. ടെക്നിക്കൽ ക്വയറീസ് നിങ്ങൾക്ക് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം. എന്തെങ്കിലും സൈബർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടെക്നിക്കൽ വിവരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. So, friends, our law was written by British in 1860, and still we are following that law, and the law is not capable to catch these cyber criminals. So we have to protect ourselves by using cyberman. സൈബർമാൻ ഉപയോഗിച്ച് നമ്മളുടെ നിയമങ്ങളൊക്കെ അറിയാം. പണ്ടേ പൊളിച്ചെഴുതേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പക്ഷെ അതൊന്നും ഇതുവരെ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നടക്കുമെന്നൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൈബർമാൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എല്ലാവരും അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് മുമ്പോട്ടേക്ക് പോവാം. എനിക്കൊന്ന് പറയാനുള്ളത്, ഇവരിപ്പോ എന്നെ അറിയിച്ചത് ഇവർ 4 പേരും ഇന്ന് ഈ കേരള വസ്ത്രം ധരിച്ചേക്കണേ നിങ്ങളോടുള്ള സ്നേഹസൂചകമായിട്ടാണ് പറയുന്നത്. എല്ലാവരും So after this session, we'll be here only. If you have any questions, we can meet personally and we can explain much more in detail. ഇവിടെ തന്നെ ഉണ്ടാവും ഇവര്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കാവുന്നതാണ്. ഇത്രയും സമയം നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് നന്ദി, നമസ്കാരം. ജാക്സൺ മലയാളം